നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. RSS നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്. ആഭ്യന്തരം നിയന്ത്രിക്കുന്നത് വത്സൻ തില്ലങ്കേരി. എത്ര കേസെടുത്താലും വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം തുടരുമെന്നും KS ജയഘോഷ്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം തുടരുന്നു. SKSSF ബഹുജന റാലിയുടെ തൃശൂർ ജില്ലാതല പ്രചരണത്തിന് ചെറുതുരുത്തിയിൽ തുടക്കം. വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന ചോലക്കോട് മഹല്ല് ഖത്തീബ് അഡ്വക്കേറ്റ് ഷമീം അൻവരി. കോട്ടായി പെരുങ്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് അപകടത്തിൽ 7 പേർക്ക് പരിക്ക്. അപകടം ഓലപ്പടക്കത്തിൽ നിന്ന് തീപ്പൊരി കരിമരുന്നിലേക്ക് തെറിച്ച് പലർക്കും പരിക്കേറ്റത് സമീപത്തെ കെട്ടിടത്തിലെ ഓട് തെറിച്ച്. മണ്ണൂർ ചോലക്കുന്ന് കുണ്ടുകാവ് റോഡ് നവീകരിച്ചു. 5 വർഷത്തിലേറെയായി നാട്ടുകാർ നേരിടുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം. റോഡ് ടാറിംഗ് പൂർത്തീകരിച്ചത് 10 ലക്ഷം രൂപ ചിലവിൽ. വാർത്തകൾ വിശദമായി. RSSന്റെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ മടിച്ചു നിൽക്കുന്ന പോലീസാണ് തനിക്കെതിരെ ധൃതി പിടിച്ച് കേസെടുക്കുന്നതെന്നും ജയഘോഷ് പറഞ്ഞു. വിവരാവകാശം ലഭിക്കാനായി സമർപ്പിച്ച അപേക്ഷയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ പോലീസ് കേസെടുത്തത് RSS നിർദ്ദേശപ്രകാരമാണ്. ആഭ്യന്തരം നിയന്ത്രിക്കുന്നത് വത്സൻ തില്ലങ്കേരിയാണ്. പോലീസിനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. മർദ്ദിച്ച പോലീസുകാരെ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. ഹെഡ്ഗേവാറിന്റെ പേര് മാറ്റുന്നതുവരെ പാലക്കാട് നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് പറഞ്ഞു. പോലീസും പോലീസിന്റെ സഹായത്താൽ സംഘപരിവാറും ഭീഷണിപ്പെടുത്തിയാൽ പേടിച്ചോടുന്നവരല്ല യൂത്ത് കോൺഗ്രസ്. എത്ര കേസെടുത്താലും സംഘപരിവാറിനും വർഗീയ ശക്തികൾക്കുമെതിരെയുള്ള പോരാട്ടം തുടരും. DCC ഓഫീസിന് നേരെ മാർച്ച് നടത്തിയവർക്കെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസ് BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയവർക്കെതിരെ മറ്റ് വകുപ്പുകളാണ് ചുമത്തിയത്. ഇതുതന്നെ പോലീസ് RSSനെ സഹായിക്കുന്നു എന്നതിന് തെളിവാണെന്നും ജയഘോഷ് പറഞ്ഞു. അവകാശം കൊടുത്ത അതേ സാധനമാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അതിൽ ഒരാളെയും വ്യക്തിപരമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. എന്തിനാണ് കേരളത്തിലെ പോലീസ് RSSനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സമീപനമെടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നതാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാനുള്ളത്. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരള ഖജനാവിൽ നിന്നല്ലേ, BJPയുടെ ഓഫീസിൽ നിന്നല്ലല്ലോ. ഇവരതിലെ വസ്തുനിഷ്ഠമായി അന്വേഷണം നടത്തണ്ടേ? ഇവിടെ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഞാൻ പാലക്കാട് SPക്ക് പരാതി കൊടുത്ത് 5 ദിവസം കഴിഞ്ഞിട്ടും അതിൽ കേസെടുത്തിട്ടുണ്ട്. 6ാമത്തെ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP നടത്തിയ കൊലവിളി പ്രസംഗത്തിൽ കേസെടുത്തത്. അതിലൊന്നും കാണിക്കാത്ത അത്ര ധൃതി മിനിഞ്ഞാന്ന് ഞാൻ പോസ്റ്റ് ഇട്ടു. ഇന്നലെ എനിക്കെതിരെ FIR ഇട്ട് കേസ് ചാർജ് ചെയ്തു. നിങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. വരുന്ന നാളുകളിലുമൊക്കെ സംഘപരിവാറിനെതിരെ, ഈ രാജ്യത്തെ വർഗീയ ശക്തികൾക്കെതിരെ, ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. അതിന് എന്ത് കോംപ്രമൈസിനും ഞങ്ങളില്ല. വിഷയം ഇനിയും ആ പേരിട്ട് മുന്നോട്ട് പോകാനാണ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അതിനെതിരെ വീണ്ടും സമരപരിപാടികൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് ചേലക്കാട് മഹല്ല് ഖത്തീബ് അഡ്വക്കേറ്റ് ഷമീം അൻവരി. SKSSFന്റെ നേതൃത്വത്തിൽ ഈ മാസം 29-ന് തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയുടെ ജില്ലാതല പ്രചരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിത്തറ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും അതിനു നേരെയുള്ള കടന്നുകയറ്റമാണ് വഖഫ് ഭേദഗതി ബില്ലെന്നും ആ നിലയ്ക്ക് ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും അഡ്വക്കേറ്റ് ഷമീം അൻവരി പറഞ്ഞു. 5 വർഷം ഇസ്ലാം പ്രൊഫസ് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിൽ നിന്ന് കൺവേർട്ടായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കഴിയാതെ അവന് ഈ വഖഫ് ഡെഡിക്കേഷൻ, പെർമനന്റ് ഡെഡിക്കേഷൻ സാധ്യമാകില്ല എന്ന് വരുന്നു. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് അത് ഭരണഘടനക്കെതിരെയുള്ള കടന്നുകയറ്റമാണ്. ആർട്ടിക്കിൾ 25 വ്യക്തമായി പറയുന്നത് ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് എന്നാണ്. ഈ രാജ്യത്തിലെ ഏതൊരു ജനവിഭാഗത്തിനും മനസാക്ഷിക്കനുസരിച്ചുകൊണ്ട് മതം പ്രാവർത്തികമാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം. അവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലേക്ക് വന്ന് 5 വർഷം പൂർത്തിയാക്കണമെന്ന് പറയുന്ന നിബന്ധന തിട്ടൂരം കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കരുത്, ഏക സിവിൽ കോഡ് ബഹുസ്വരതയെ തകർക്കും, വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഈ മാസം 29-നാണ് സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ ബഹുജന റാലി സംഘടിപ്പിക്കുന്നത്. റാലിയുടെ ജില്ലാതല പ്രചരണോദ്ഘാടനമാണ് ചെറുതുരുത്തിയിൽ നടന്നത്.
ചടങ്ങിൽ SKSSF ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫൈസ് തങ്ങൾ അധ്യക്ഷനായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PA അമീർ, CPM ഏരിയ കമ്മിറ്റി അംഗം PM സുലൈമാൻ, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം, വൈസ് പ്രസിഡന്റ് MS മുഹമ്മദ് കുട്ടി ഹാജി, സമസ്ത എംപ്ലോയ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് ഷാഹിദ് കോയ തങ്ങൾ, SKSSF തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി KM ഹുസൈൻ, ദേശമംഗലം മേഖലാ സെക്രട്ടറി ഷുഹൈബ്, സുന്നി മഹല്ല് ഫെഡറേഷൻ മുള്ളൂർക്കര റേഞ്ച് സെക്രട്ടറി PK മൂസ, സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ വൈസ് പ്രസിഡന്റ് BAM അജ്മൽ ബാക്കവി, ദേശമംഗലം റേഞ്ച് സെക്രട്ടറി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മുള്ളൂർക്കര റേഞ്ച് ചെയർമാൻ MM സിദ്ദീഖ് മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി പെരുങ്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 7 പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രി 9:45 അപകടം. വെടിക്കെട്ട് അവസാന ലാപ്പിലെത്തിയ ഘട്ടത്തിൽ ഓലപ്പടക്കത്തിൽ നിന്ന് തീപ്പൊരി ചിതറുകയായിരുന്നു. പെരുങ്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ കഴിഞ്ഞ രാത്രിയാണ് വെടിക്കെട്ട് അപകടമുണ്ടായത്. വെടിക്കെട്ട് അവസാന ലാപ്പിലെത്തിയപ്പോൾ ഓലപ്പടക്കത്തിൽ നിന്ന് തീപ്പൊരി ചിതറുകയായിരുന്നു. കഥന പൊട്ടിക്കുന്നതിന് സൂക്ഷിച്ചിരുന്ന കരിമരുന്നിലും ഗുണ്ടിലും ചൈനീസ് പടക്കത്തിലേക്കുമാണ് തീ പടർന്നത്. സമീപത്തെ കെട്ടിടത്തിലെ ഓട് തെറിച്ചാണ് പലർക്കും പരിക്കേറ്റത്. ഞാൻ ഇതിൻ്റെ സൗണ്ടിൽ നമ്മൾ പെട്ടെന്ന് അപ്പുറത്തേക്ക് ഓടിയിട്ട് ആ ഒരു കുതിരയൊക്കെ ഉണ്ടായിരുന്നേ, അതിന് മുകളിൽ പോയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴും ബ്ലീഡിങ് വരുന്നത്. അപ്പം ഞാനും വേഗം ഓടിപ്പോയി നിന്നിട്ട് അങ്ങനെ കൂട്ടിയിട്ട് ശരി വേല കാണാൻ പോയ സമയത്ത് അവിടെ മരുന്ന് പണി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പൊട്ടിത്തെറിച്ച് തലയിൽ പോകണം. പെട്ടെന്ന് അവർക്കപ്പോൾ വയ്യാണ്ടായി. അപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് അങ്ങനെ പടക്കം പൊട്ടിക്കൊണ്ടേയിരിക്കണം, ആർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ. അപകടത്തിൽ നിരവധി പേർക്ക് നിസ്സാര പരിക്കുകളുണ്ട്. കൂടുതൽ പേരും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങി. സംഭവത്തിൽ കോട്ടായി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അതേസമയം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് അകലം പാലിച്ചാണ് ആളുകളെ നിർത്തിയതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 5 വർഷത്തിലേറെയായി തകർന്നു കിടന്നിരുന്ന മണ്ണൂർ ചോലക്കുന്ന് കുണ്ടുകാവ് റോഡ് നവീകരിച്ചു, ഗതാഗത യോഗ്യമാക്കി. 10 ലക്ഷം രൂപ ചിലവിലാണ് ടാറിംഗ് പൂർത്തീകരിച്ചത്. ഏകദേശം 1/2 കിലോമീറ്ററിലേറെ ദൂരം തകർന്ന് യാത്രാ ദുരിതം ഏറെയായിരുന്നു. ഓട്ടോറിക്ഷ പോലും ഈ വഴി വരാൻ മടിച്ചിരുന്നു. കൂടാതെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി ചാൽ കീറിയതോടെയാണ് റോഡ് പാടെ തകർന്നത്. മുളകുപറമ്പ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും യാത്രാ ദുരിതം പേറിയിരുന്നു. 1-2 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. ടാറിംഗ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് വാർഡംഗങ്ങളായ ഷഫീഖ്, സുനിത എന്നിവർ സന്ദർശിച്ചു. പഞ്ചായത്തിലെ 1-ാം വാർഡിലും 2-ാം വാർഡിലും ഉൾപ്പെട്ട പടിപ്പരക്കാട്, ചോലക്കുന്ന്, മുളകുപറമ്പ്, കുണ്ടുകാവ് റോഡാണ് ഇന്ന് ടാറിംഗ് പുരോഗമിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടുത്തെ എല്ലാ പ്രദേശവാസികളും നമ്മളെ സ്വീകരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ വാർഡിലെ 1-ാം വാർഡിലെ മെമ്പറും അതുപോലെ തന്നെ 2-ാം വാർഡിലെ മെമ്പറുമായ ഞാനൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുള്ളൊരു വാക്ക് ഇന്നിവിടെ പാലിക്കപ്പെടുകയാണ്. കാരണം വാഹന ഗതാഗതത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്ന ഈ റോഡ് ഇപ്പോൾ വളരെയധികം നല്ല രീതിയിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് വകയിരുത്തിയിട്ടുള്ളത്. വളരെയധികം സന്തോഷത്തോടു കൂടി ഈ റോഡ് ഇന്ന് തൊട്ട് തന്നെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം തന്നെ വളരെയധികം എല്ലാവർക്കും യാത്രാ സൗകര്യം വളരെയധികം സുഖമായി പോകാൻ സാധിക്കും. റോഡ് ഗതാഗത യോഗ്യമാക്കിയ പഞ്ചായത്ത് അംഗങ്ങളെ പ്രദേശനിവാസികൾ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലമ്പുഴ ITIയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി നിർമ്മിച്ച പശ്ചാത്തല സൗകര്യങ്ങളോടുള്ള കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഏപ്രിൽ 22 നടക്കും. 43.39 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ആദ്യഘട്ടം പൂർത്തീകരിച്ച കെട്ടിടങ്ങളാണ് ഉദ്ഘാടനത്തിനൊരുങ്ങിയിരിക്കുന്നത്. മലമ്പുഴ MLA A പ്രഭാകരൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചി, ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയും മറ്റ് വ്യവസായ പാർക്കുകളും യാഥാർത്ഥ്യമാകുന്നതോടെ മലമ്പുഴ ITIയുടെ പ്രസക്തി വർദ്ധിക്കും. 10 ക്ലാസ് മുറികൾ, ഓഫീസ്, RI സെന്റർ, കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയായ കെട്ടിടം പ്രവർത്തന സജ്ജമാണ്. പശ്ചാത്തല വികസനത്തിനാവശ്യമായ സ്ഥലലഭ്യതയുള്ള മലമ്പുഴ ITIയിൽ കൂടുതൽ പദ്ധതികൾക്കും ട്രേഡുകൾക്കും അംഗീകാരം ലഭിക്കാൻ അനുമതി തേടിയിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്കും അപ്രന്റീസുകൾക്കും ഏറെ പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ RI സെന്ററിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞത് നേട്ടമാണെന്നും A പ്രഭാകരൻ MLA പറഞ്ഞു. വികസനത്തിന് ഒരു വലിയ സാധ്യത ഈ സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ പശ്ചാത്തല സൗകര്യ വികസനത്തോടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതോടൊപ്പം ഒരു RI സെന്റർ 1 കോടി രൂപയാണ് അതിൽ നീക്കി വെച്ചത്. 74 ലക്ഷം രൂപ ചിലവായിരുന്നു. അതിൻ്റെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 2 കെട്ടിടങ്ങളിലേക്ക് കൂടി ഉദ്ഘാടനം, RI സെന്ററും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ ITI മലമ്പുഴ ITI ഉയർത്തുന്നതിനുള്ള
ആ സ്ഥാപനത്തിൻ്റെ കെട്ടിടങ്ങൾ പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനമാണ് 22-ാം തീയതി രാവിലെ 12 മണിക്ക് നടത്താൻ പോകുന്നത്. എന്തുകൊണ്ടും അത് ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന സ്ഥാപനമായി മാറുകയാണ്. പറഞ്ഞു വരുന്നത് ITI എന്ന് പറയുന്നത് ഇപ്പോൾ മികവാർന്ന ഈ കേരളത്തിലെ പിന്നെ മെച്ചപ്പെട്ട ITIകളിൽ ഒന്നാണെന്ന് മാത്രമല്ല, ചില കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ് മലപ്പുഴ ITI. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടി വളരെ ഗംഭീരമാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിൻസിപ്പാൾ A. രാജേഷ്, RI സെൻറ്റർ ട്രെയിനർ KP സ്വാദത്ത്, ട്രെയിനർ ശ്രീജിത്ത്, PTA പ്രസിഡന്റ് സുനിൽ രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിലേക്ക്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമർമ്മമാണ് പുനരുദ്ധാനം. ദുഃഖവെള്ളി ആചാരത്തിന് ശേഷം ഉയർത്ത് തിരുനാളിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. ലോകരക്ഷകൻ ഉയർത്തെഴുന്നേറ്റതിൻ്റെ സ്മരണകളുമായി ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകമെങ്ങുമുള്ള ക്രിസ്തുമത വിശ്വാസികൾക്ക് വിശ്വാസത്തിൻ്റെ ആധാരം തന്നെ ഉയിർപ്പാണ്. വിശ്വാസിയെ സംബന്ധിച്ച് കുരിശിൻ്റെ വഴിയാണ് മോക്ഷത്തിലേക്കുള്ള പാത. വിശുദ്ധ വാരാചരണത്തോടെയാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിറഞ്ഞ പ്രാർത്ഥനകളോടെ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ക്രൈസ്തവർ ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ കഴിഞ്ഞ ദിവസം കുരിശിൻ്റെ വഴി പ്രദക്ഷിണം നടന്നു. ഒറ്റപ്പാലം സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ രാവിലെ 8 മണിയോടെ ദുഃഖവെള്ളി ശുശ്രൂഷകൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് യേശുവിൻ്റെ കബറടക്ക ശുശ്രൂഷകൾ നടന്നു. പള്ളിക്കുള്ളിൽ നടന്ന സ്ലീബ പ്രദക്ഷിണത്തിനും മറ്റ് ചടങ്ങുകൾക്കും ശേഷം 3 മണിയോടെ ചടങ്ങുകൾ സമാപിച്ചു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ തോമസ് ജോൺ തടത്തിൽ, മറ്റ് ക്രമീകരണങ്ങൾക്ക് ട്രസ്റ്റി ജീൻസ് പി താണിക്കൽ, സെക്രട്ടറി മനോജ് സ്റ്റീഫൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി പെരുങ്കുളങ്ങര വിഷുവേല വർണ്ണാഭമായി. ശ്രദ്ധേയമായി കോഴിയോട് വേല എഴുന്നള്ളിപ്പും. ദേശവേലകളുടെ സംഗമം ഗ്രാമവീഥികളെ അക്ഷരാർത്ഥത്തിൽ ഉത്സവത്തിമിർപ്പിൽ ലയിപ്പിച്ചു. വിവിധ ദേശവേലകൾ വൈകിട്ട് 6:30 ചെമ്പൈ ശിവക്ഷേത്ര മൈതാനിയിൽ സംഗമിച്ച് രാത്രി 8 മണിക്ക് കാവ് കയറി. കാള, കുതിര, ഇണക്കാളകൾ, വിവിധ വണ്ടിവേഷങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, വിവിധ വാദ്യമേളങ്ങൾ എന്നിവ വേല എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. രാത്രി 9:30 വെടിക്കെട്ടുമുണ്ടായിരുന്നു. വിഷുവേലയ്ക്ക് കോഴിയോട് വിഷുവേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വേല എഴുന്നള്ളിപ്പ് ശ്രദ്ധേയമായി. ഇണക്കാളകളും വിവിധ വാദ്യോപകരണങ്ങളും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ വേല എഴുന്നള്ളിപ്പിനെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. BMS വള്ളത്തോൾ നഗർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KR ഗണേശൻ അനുസ്മരണം നടത്തി. ചടങ്ങിൽ BMS മേഖലാ പ്രസിഡന്റ് സനിലൻ അധ്യക്ഷത വഹിച്ചു. BMS മേഖലാ പ്രസിഡന്റ് VC സനിലൻ അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന കമ്മിറ്റി അംഗം KN വിജയൻ, ജില്ലാ ട്രഷറർ വിപിൻ മംഗലം, സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ, രാഷ്ട്രീയ സ്വയംസേവക സംഘം മണ്ഡൽ കാര്യവാഹക് VB പ്രവീൺ, ഭാരതീയ ജനതാ പാർട്ടി വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് MA രാജു, BMS മേഖലാ വൈസ് പ്രസിഡന്റ് KP സാവിത്രി, അജിത SN നഗർ, സുനിത SN നഗർ എന്നിവർ സംസാരിച്ചു. ചെയ്യാൻ പറ്റുന്ന കാര്യം
തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുങ്ങൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം, അവരുടേതായ എന്തെങ്കിലും രേഖകൾ വാങ്ങിക്കുക, അവരുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് ഗണേശൻ എപ്പോഴും പറയും. സത്യത്തിൽ ഗണേശൻ നല്ലൊരു സംഘാടകനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പല ഭാഗത്തും ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഏൽപ്പിച്ച കാര്യങ്ങൾ പലപ്പോഴും എന്തെങ്കിലും BMSന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാൽ ക്ഷേമ ബോർഡുമായി ബന്ധപ്പെടേണ്ട കാര്യങ്ങളുടെ അവിടുത്തെ പ്രായോഗികതയൊന്നും ഗണേശന് അറിയില്ല, മറിച്ച് അത് തന്നിട്ട് എത്ര ദിവസമായി. ചടങ്ങിൽ BMS മേഖലാ സെക്രട്ടറി സോമസുന്ദരൻ സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി KP ശബരിനാഥൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് VT ശങ്കരനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് PK ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. VT നാരായണൻ, കോടിയിൽ രാമകൃഷ്ണൻ, പ്രേമലത, TP മുസ്തഫ, PK സുഭാഷ്, C ജയൻ, VT സോമൻ, സുബിൻ, അബു താഹിർ, രവികുമാർ, VT ജയദാസൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. RSS നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്. ആഭ്യന്തരം നിയന്ത്രിക്കുന്നത് വത്സൻ തില്ലങ്കേരി. എത്ര കേസെടുത്താലും വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം തുടരുമെന്നും KS ജയഘോഷ്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം തുടരുന്നു. SKSSF ബഹുജന റാലിയുടെ തൃശൂർ ജില്ലാതല പ്രചരണത്തിന് ചെറുതുരുത്തിയിൽ തുടക്കം. വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന ചോലക്കോട് മഹല്ല് ഖത്തീബ് അഡ്വക്കേറ്റ് ഷമീം അൻവരി. കോട്ടായി പെരുങ്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് അപകടത്തിൽ 7 പേർക്ക് പരിക്ക്. അപകടം ഓലപ്പടക്കത്തിൽ നിന്ന് തീപ്പൊരി കരിമരുന്നിലേക്ക് തെറിച്ച്. പലർക്കും പരിക്കേറ്റത് സമീപത്തെ കെട്ടിടത്തിലെ ഓട് തെറിച്ച്. മണ്ണൂർ ചോലക്കുന്ന് കുണ്ടുകാവ് റോഡ് നവീകരിച്ചു. 5 വർഷത്തിലേറെയായി നാട്ടുകാർ നേരിടുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം. റോഡ് ടാറിംഗ് പൂർത്തീകരിച്ചത് 10 ലക്ഷം രൂപ ചിലവ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.